ഹലോ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ അമ്മയുടെ സ്പെഷ്യൽ മീൻകറി റെസിപ്പി ആയിട്ടാണ്. മീൻകറിയിലേക്കുള്ള മുളകും മല്ലിയും ഉലുവയും വെളുത്തുള്ളി ഇഞ്ചിയും ചുമന്നുള്ളിയും എല്ലാം വഴറ്റി അരച്ച് വെച്ചിരിക്കുകയാണ് ഇവിടെ. അടുപ്പൊക്കെ കത്തിച്ച് ചീനിച്ചട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ഈ ചീനിച്ചട്ടി ചൂടായിട്ട് വരുമ്പം നമ്മൾ നേരെ അരച്ച് വെച്ചിരിക്കുന്ന മുളകും മല്ലിയൊക്കെ ഉള്ള കൂട്ടുണ്ടല്ലോ, അതങ്ങോട്ട് ചീനിച്ചട്ടിയിലേക്ക് ഒഴിക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ലേശം പുളി കൂടി ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വെച്ചിരിക്കുന്ന മീനുണ്ടല്ലോ, അതുകൂടി നമുക്കിടാം. അങ്ങനെ അമ്മ മീനൊക്കെ ഇതിലേക്ക് ഇടുകയാണ്. അങ്ങനെ എല്ലാ മീനും അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് ഇളക്കി വെക്കാം. ഇനി ഇത് നമുക്ക് കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ. ലേശം വെള്ളം കൂടി ചേർക്കാം. അങ്ങനെ മീൻകറിയൊക്കെ ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. മീൻകറി അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. തിളയൊക്കെ വന്നിട്ടുണ്ട്. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് മീൻകറിയുടെ. എൻ്റെ അമ്മയുടെ മീൻകറി അടിപൊളിയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കടുകൊക്കെ താളിച്ചൊഴിക്കണ്ടേ. ചൂടായ ചീനിച്ചട്ടിയിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർക്കാം. ഇനി ഈ വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കടുകിടാം. നേരത്തെ തന്നെ നമ്മൾ ഉള്ളി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വഴറ്റി അരച്ചത് കൊണ്ട് തന്നെ കടുകിൽ ഈ എണ്ണയിലേക്ക് നമുക്ക് അതിടേണ്ട ആവശ്യം വരുന്നില്ല. ഇനി നമുക്ക് മീൻകറിയിലേക്ക് ഇത് ഒഴിക്കാം. അത് ഈ മീൻകറിയിലേക്ക് ഒഴിക്കുമ്പോൾ ഒരു സൗണ്ട് ഉണ്ട്. ആഹാ, അങ്ങനെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ മീൻകറിയുടെ കൂടെ കഴിക്കാൻ അച്ഛൻ ഇന്ന് കുറച്ച് കപ്പ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അങ്ങനെ മീൻകറി ഇവിടെ റെഡിയായി. കണ്ടില്ലേ, ഇതാണ് ഞങ്ങളുടെ മീൻകറി, എൻ്റെ അമ്മയുടെ സ്പെഷ്യൽ മീൻകറി. ഇനിയിപ്പോൾ നമുക്കിത് കഴിക്കാൻ കുറച്ച് കപ്പ എടുത്താലോ. അമ്മ എനിക്ക് കപ്പയൊക്കെ വിളമ്പി തരികയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മീൻകറിയിലില്ലേ, അതിലേക്ക് കുറച്ച് എടുക്കാം. അമ്മ എനിക്ക് വിളമ്പി തരികയാണ്. ഞാനെടുത്ത ഒരുപാട് എടുക്കും, അതുകൊണ്ടാണ് അമ്മ എനിക്ക് എടുത്തു തരുന്നത്. മീൻ ചാറൊക്കെ ഒഴിച്ച് ഞാനത് കഴിക്കാൻ പോവാം. ബായ്.